One second. Okay. Okay. Okay, Rinshid. Can you tell me what's your doubt? Yeah, he is reading a book. Mm. So here we can ask a question about that. Mm. Is he reading a book? Yes. Yeah, Yes. and okay. We can And ask. what is he reading a book, or what No, no, is no, he? no, no, no. He is reading a book. What is he reading? Okay, അവൻ thank you. എന്താണ് വായിക്കുന്നത് എന്നല്ലേ ചോദിക്കുള്ളൂ. ബുക്കാണ് Yeah. എന്നുള്ളത് നമ്മൾ Mm, ഉത്തരമായിട്ടേ പറയുള്ളൂ. പക്ഷെ ഇവിടെ നമ്മൾ അതാണ് ഞാൻ ഈ വാട്ട് നമ്മൾ പറയുമ്പോൾ mm. ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ ബാക്കിയുള്ളതൊക്കെ കുറെ കൂടെ ഇതായിരിക്കും. പക്ഷെ വാട്ട് വരുമ്പോൾ നമുക്ക് കുറെ കൺഫ്യൂസിങ് ആണ്. കാരണം അതിന്റെ ആൻസർ ഏറെക്കുറെ നമ്മുടെ ക്വസ്റ്റിനിൽ തന്നെ കിടപ്പുണ്ട് അവസാനം. ഓക്കെ, അപ്പം നമ്മൾ കുറച്ച് നമ്മുടെ ലോജിക്ക് കൂടെ അവിടെ അപ്ലൈ ചെയ്യണം. അപ്പം വാട്ട് ഈസ് ഹീ റീഡിങ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയേണ്ടത് ഹീ ഈസ് റീഡിങ് എ ബുക്ക് എന്നാണ് പറയേണ്ടത്. അപ്പം നമ്മൾ ക്വസ്റ്റ്യനിൽ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല വാട്ട് ഈസ് ഹീ റീഡിങ് എ ബുക്ക് എന്ന് ചോദിക്കാൻ പറ്റില്ല. ശരിയല്ലേ? അപ്പം സാർ നമ്മൾ ഇവിടെ അവിടെ ഡൗട്ട് ആളുകൾക്ക്, സാറേ ഇവിടെ ഡൗട്ട്, വാട്ട് ഈസ് ഹി റീഡിങ് എ ബുക്ക്, ഓർ വാട്ട് ഹി ഈസ് റീഡിങ് എ ബുക്ക്? അല്ല അല്ല നമ്മൾ ഈസ് ആദ്യം കൊടുക്കുക. വാട്ട് ഈസ് ഹീ റീഡിങ്, എന്താണ് അവൻ വായിക്കുന്നത്. ഓക്കെ, അതായത് നമ്മൾ ആ വാട്ട് ഓക്കെ, താങ്ക് WH ക്വസ്റ്റ്യൻസ് ഇടുക. അത് ഈ വാട്ട് ഓക്കെ, എന്ന് താങ്ക് പറയുന്നത് കുറച്ച് ഒരു ഇത് വരുന്നുണ്ട്. അതാണ് വാട്ട് നമ്മൾ യു. ഏറെക്കുറെ ഞാനത് എടുത്ത് പറയുന്നത്. കാരണം കുറച്ച് സ്ഥലങ്ങളിൽ നമുക്ക് ഭയങ്കര ഒരു ഡൗട്ടായിട്ട് തോന്നുന്നത് അങ്ങനെ പറയുമ്പോൾ. കാരണം അതിന്റെ റീസൺ ആണ് ഞാൻ പറയുന്നത്. നമ്മുടെ ആൻസറും കൂടെ അതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ സാർ, താങ്ക് യു. നമ്മളെ അപ്ലൈ ചെയ്യുമ്പോഴേ നമ്മളെ ആൻസറും കൂടെ അതിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കത് കുറച്ച് ഒരു കൺഫ്യൂസിങ് ആയിട്ട് തോന്നുന്നത്. നമ്മൾ ഏറെക്കുറെ ഓക്കെ സാർ, ക്വസ്റ്റ്യൻസ് എടുത്താൽ തന്നെ നമുക്കത് മനസ്സിലാവും. ഓക്കെ, ഓക്കെ, ശരി താങ്ക് ശരി. ഓക്കെ, അപ്പം വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ നമ്മൾ ഇതിനകത്തുള്ള ആർക്കെങ്കിലും? നമ്മൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. നമ്മുടെ റെഗുലർ പ്രാക്ടീസ് എല്ലാവരും ചെയ്യുന്നുണ്ടോ? രാവിലെ എഴുന്നേറ്റ് എന്തൊക്കെ ചെയ്യുന്നുണ്ട്? ആ ഒരു സ്റ്റെപ്സ് എന്തൊക്കെയാണ്? നമ്മൾ ടെംപ്ലേറ്റ് ഒക്കെ മാറ്റിയായിരുന്നു. പലരും അറിഞ്ഞിട്ട് കൂടിയില്ല. പഴയ ടെംപ്ലേറ്റ് ആണ് എല്ലാവരും അയക്കുന്നത്. നമ്മൾ ഇന്നത്തെ സെഷനകത്ത് നമ്മൾ പറഞ്ഞു, നമ്മൾ 2 ദിവസം മുമ്പേ നമ്മൾ പറഞ്ഞു, നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര പേര് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഇതിനകത്ത്? ഈ 22 പേരിൽ എത്ര പേര് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നു? ഞാൻ ചെയ്യണ്ടേ? ആരാണത്? ആരാണ് ഇപ്പം പറഞ്ഞു? ആരാണ്? ഒരു അശരീരി പോലെ കേട്ടുള്ളൂ. ആരാണെന്ന് മനസ്സിലായില്ല. ആരാണത്? ജഫ്ന. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ഒരാൾ മാത്രമേ പ്രാക്ടീസ് ചെയ്യുന്നുള്ളൂ, ബാക്കി ആരും പ്രാക്ടീസ് ചെയ്യുന്നില്ല? നമുക്ക് ഉള്ളതിനെല്ലാം നന്ദി പറയുമ്പോഴും നമുക്ക് ഇല്ലാത്തത് ഉണ്ടെന്ന് വിചാരിച്ച് നന്ദി പറയുമ്പോഴും നമുക്കത് കിട്ടും എന്നുള്ളതാണ് ഒന്നാമത്തെ റൂള്. ഇത് ഞാൻ പറഞ്ഞതല്ല, എൻ്റെ മെൻറ്റർ നമുക്ക് പറഞ്ഞു തന്നൊരു സംഭവമാണ്. അത് പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് ഭയങ്കര ഒരു ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമുക്ക് ഉള്ളതിനെല്ലാം നന്ദി പറയുമ്പോഴേ നമുക്കില്ലാത്തത് നമ്മുടെ ലൈഫിൽ വരത്തുള്ളൂ. ആദ്യം നമുക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാം, പക്ഷെ ഇന്നേ വരെ നമ്മൾ ഇംഗ്ലീഷ് എന്ന ഭാഷയോട് ഒരിക്കലും നന്ദി തോന്നിയിട്ടില്ല. ഉണ്ടോ? അപ്പോൾ അത് ആദ്യം വരണം. രണ്ടാമത് നമുക്ക് ഇനി നേടാനുള്ള കാര്യങ്ങൾ നേടി എന്ന് വിചാരിച്ചിട്ട് അതിനോട് നന്ദി പറയണം. അപ്പോഴാണ് ശരിക്കും ആ ഒരു ഗെയിം ചേഞ്ച് അവിടെ നടക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ആ ലൈഫിൻ്റെ ഒരു നമ്മുടെ വെർഷൻ 2 എന്ന് പറഞ്ഞത് പലരും വെർഷൻ 2 ആക്കിയിട്ടില്ല. എന്ത് പറ്റി? ഇപ്പോഴും ഒന്നിൽ തന്നെയാണോ ഇരിക്കുന്നത്? മാറണ്ടേ? റിൻഷീദ് മാത്രമേ 2 ആയിട്ടുള്ളൂ. വേറെ ആര് 2 ആയിട്ടുണ്ട്? ലാലി മാം 2 ആയിട്ടുണ്ട്. വേറെ ആരുണ്ട്? സജീന ഈസ് കറക്റ്റ്. ഷംന ഈസ് ഓക്കെ. ബാക്കിയുള്ള പലരും ഇപ്പോൾ ഒന്നിൽ തന്നെ ഇരിക്കുകയാണ്. ഒന്നിലിരിക്കുന്നവർ ഒന്നിൽ തന്നെ ഇരുന്നാൽ മതിയോ? നമുക്ക് 2 മാറണ്ടേ? ഞാൻ എന്ത് പറഞ്ഞു? കയറിയാൽ ഉടനെ തന്നെ നമ്മുടെ പേര് മാറ്റി എന്താക്കണം? മാറിയിട്ടില്ലെങ്കിൽ 2.0 എന്നാക്കണം, അല്ലെങ്കിൽ 2.0. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ മൈൻഡ് സെറ്റ് മാറുന്നില്ല. നമ്മൾ മാറണമെന്ന് മനസ്സിൽ പറയുന്നതേ ഉള്ളൂ. നമ്മുടെ മൈൻഡ് സെറ്റ് ആർക്കും മാറുന്നില്ല. ഞാൻ ഇന്ന് മനു എന്ന് പറയുന്ന നമ്മുടെ ഒരു ഫ്രണ്ട്, ഈസ് ആൾസോ എ കോച്ച് ലൈക്കാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പുള്ളിക്ക് പെട്ടെന്ന് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, ചിലപ്പോൾ പുള്ളി കയറുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഞാൻ പുള്ളിയും കൂടെ ഉണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. പുള്ളി നിങ്ങൾക്ക് ഒരു എന്താ പറയുക, ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇമോഷണൽ സൈഡിലും കൂടെ നമുക്ക് ഒരു കോൺഫിഡൻസ് ലെവലൊക്കെ കൂട്ടേണ്ടതായിട്ടുണ്ട്. ഹലോ, ആരോ ഒരാൾ അൺമ്യൂട്ട് ആണല്ലോ. ആരാണ് സംസാരിക്കുന്നത്? അബ്ദുള്ള. ഓക്കെ, ഇതാക്കാമോ? മ്യൂട്ടാക്കാമോ? താങ്ക് യു. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്കൊരു വീണ്ടും ആരോ സംസാരിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഫൈൻ. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്കൊരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാനസികമായിട്ട് മാറണം ആദ്യം. മനസ്സാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കളി എന്ന് പറയുന്നത്. നമ്മളെ കൊണ്ട് പറ്റൂല എന്ന് തോന്നിക്കുന്നത് മനസ്സ് തന്നെയാണ്, നമ്മളെ കൊണ്ട് പറ്റൂന്ന് തോന്നിക്കുന്നത് മനസ്സ് തന്നെയാണ്. അപ്പോൾ മനസ്സിനെ ആദ്യം സ്ട്രോങ് ആക്കി കൊണ്ടുവരണം.
മൈൻഡ് സെറ്റിൻ്റെ കളി. അതാണ് 80% ഇതിനകത്തിരിക്കുന്നത്. ഈ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് നിങ്ങളുടെ കൈവള്ളിക്കുള്ളിൽ ആകണമെങ്കിൽ, ഇഫ് യു വാണ്ട് ടു ഗ്രാസ്പ് ദാറ്റ് പവർ ഓഫ് ലേണിംഗ് ഇംഗ്ലീഷ് ഓർ വാണ്ട് ടു ടോക്ക് ഇൻ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ്ലി, ദെൻ യു ഹാവ് ടു ടേക്ക് കൺട്രോൾ ഓഫ് യുവർ മൈൻഡ് എന്നുള്ളതാണ്. നിങ്ങളുടെ മൈൻഡിൻ്റെ കൺട്രോള് നിങ്ങളുടെ കയ്യിൽ വരണം. മൈൻഡിൻ്റെ കൺട്രോൾ വരിക എന്ന് വെച്ചാൽ ചില്ലറ കാര്യമൊന്നുമല്ല, വളരെ പാടാണ്. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. നമ്മൾ ഇങ്ങോട്ട് വരാൻ പറയുമ്പോൾ അവൻ്റെ മനസ്സ് അങ്ങോട്ട് പറയും, ആ പറ്റൂല, ശരിയല്ല, അതൊന്നും ശരിയൊന്നുമില്ല, അങ്ങനെയൊന്നും പോകണ്ട, ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറയും. അപ്പോൾ അതിനെ നമ്മൾ തിരിച്ച് കൊണ്ടുവരാനായിട്ടാണ് നമ്മൾ ഈ പ്രാക്ടീസൊക്കെ ചെയ്യുന്നത്. അപ്പം ഇതിൽ മാറണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ നമ്മുടെ ഓരോ നിമിഷവും നമ്മുടെ മനസ്സിൻ്റെ ഇതിൽ പറയണം, ഞാൻ വെർഷൻ 2 ഞാൻ എൻ്റെ ലൈഫിൻ്റെ ഓരോ ഏരിയയിലും ഞാൻ പ്രോഗ്രസ് ചെയ്യുകയാണ്. ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് എനിക്ക് വളരെ നിഷ്പ്രയാസം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ആ ലെവലിൽ നിങ്ങളെല്ലാവരും മാറണം. അപ്പോൾ ഞാൻ ഈ ഓരോ ദിവസവും ഞാൻ ഈ സ്ട്രഗിൾ ചെയ്ത് ഞാൻ ഇത് എഫേർട്ട് ഇട്ട് ഇത് ചെയ്യുന്ന എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് മാർച്ച് ആദ്യത്തെ ഒരു വീക്കിനകത്ത് ഇതിനകത്തുനിന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന 23 പേരുണ്ട്. ഞാനൊരു 5 പേരെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ദേ വിൽ ബി ദ ടോപ്പേഴ്സ്. അവർ ഇത് കഴിയുമ്പോൾ സംസാരിച്ചു തുടങ്ങും. 5 പേരെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. 5 കൂടുതൽ പേര് വന്നാൽ വളരെ നന്നായി. ഞാൻ എല്ലാവരെയും പറയുന്നുണ്ടെങ്കിലും പക്ഷെ പലരും ഒന്നും ചെയ്യുന്നില്ല. പലരും പുതുതായിട്ട് ഇന്നലെ വന്ന ആൾക്കാർ ഇന്ന് കാണുന്നില്ല. ഞാൻ ഹാൻഡ് റൈസ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അവരെല്ലാവരും ഇന്നലെ തന്നെ ഞാൻ നമ്മുടെ ഹസ്ന മാമിൻ്റെ അടുത്ത് നോട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു. ജിൻഷീത് എന്തോ അതിൻ്റെ ഇത് നോട്ട് ചെയ്ത ആൾക്കാർ ഇതുണ്ടോ? ഹസ്ന മാമിൻ്റെ ലിസ്റ്റ് കിട്ടിയായിരുന്നോ? മാം പറയുന്നുണ്ടായിരുന്നു ലിസ്റ്റ് കിട്ടിയിട്ടില്ല. ലിസ്റ്റ് ഉണ്ട് സാർ. ഓക്കെ, അത്രയും ആൾക്കാരെ സ്പെഷ്യലായിട്ട് നോട്ട് ചെയ്യണം. അവരെല്ലാവരും ഹാൻഡ് റൈസ് ചെയ്തതാണ്. അവരെല്ലാ ക്ലാസ്സുകളിലും മുടങ്ങാതെ കയറുന്നവരായിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ റെക്കോർഡിങ്സ് പൂർണ്ണമായിട്ട് കേൾക്കുന്നവരായിരിക്കണം. അവർ ഇതായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവരായിരിക്കണം. ഞാൻ വേറെയും എക്സ്പേർട്സിനെ ഞാൻ ഇതിനകത്ത് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ജസ്റ്റ് സംസാരിച്ചങ്ങ് പോകാന്നുള്ളതല്ല. കാരണം നിങ്ങൾക്കറിയാം, ഏതൊരു ഇംഗ്ലീഷ് എക്സ്പേർട്സ് ആയിരുന്നാലും അവർ ലൈഫ് ലോങ് ലേണിംഗ് ആണ്. നമ്മൾ ഓരോ പുതിയ കാര്യങ്ങളും ഭാഷയിൽ അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും പഠിക്കണം. പഠിച്ചാൽ മാത്രമേ നമുക്ക് അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും. ഇന്ന് നമ്മുടെ ഒരു സുഹൃത്ത്, പുള്ളി ഇതിനകത്ത് ഇല്ലെന്ന് തോന്നുന്നു, അബ്ദുള്ള ആണ് പുള്ളി. അതിനകത്ത് ഉണ്ടോ? ഇല്ല. പുള്ളി ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, സാർ ബോൺ നമ്മൾ എങ്ങനെ പറയും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. ബോൺ അല്ലെങ്കിൽ വി ബോൺ ഇൻ കേരള എന്നുള്ളത് സിമ്പിൾ പ്രസന്റ് ടെൻസിലും ഇതിലും പറയുമ്പോൾ സാർ അത് ശരിയാവുന്നില്ലല്ലോ എന്നുള്ളത്. ബോൺ എന്ന് പറഞ്ഞാൽ അവൻ കേരളത്തിൽ ജനിച്ചു എന്നുള്ളതാണ്, അല്ലേ? അപ്പോൾ അത് ഒരിക്കലും നമുക്ക് ചെയ്യുമ്പോൾ ബോണിങ് എന്ന് പറയാൻ പറ്റൂലല്ലോ. പിന്നെ എങ്ങനെ നമുക്ക് അല്ലെങ്കിൽ ബോൺസ് എന്ന് പറയാൻ പറ്റുമോ? ബോൺസ് എന്ന് പറയാൻ പറ്റുമോ? ബോൺസിന് അങ്ങനെയൊന്നുമില്ല. ബോണിന് ബോൺ തന്നെയാണ്. അവൻ ജനിച്ചു എന്നുള്ളത്. അവന് സിംഗുലർ പ്ലൂറൽ ഒന്നും അങ്ങനെയൊന്നുമില്ല. ജനിച്ചു, അത് ബോണിങ് എന്ന് പറയാൻ പറ്റും. അവൻ ജനിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ അത് എങ്ങനെ നമ്മൾ പറയും? അതൊരു പാസ്റ്റ് ടെൻസിലാണ് വരുന്നത്. നമ്മൾ ജനിച്ചു കഴിഞ്ഞു, കേരളത്തിലാണ് ജനിച്ചത്. അപ്പോൾ ഹി വാസ് എന്നായിരിക്കും അത് വരുന്നത്. അതുകൊണ്ട് നമുക്കതിവിടെ സൂട്ടാവില്ല. അല്ലെങ്കിൽ നമുക്ക് പറയാം, നമുക്ക് അല്ലെങ്കിൽ ഷീ ഈസ് ഗീവിങ് ബർത്ത് എന്ന് പറയാം. അവൾ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി എന്ന് പറയുന്ന പോലെ ഗീവിങ് ബർത്ത്, അതിനകത്ത് ഗീവിങ് എന്ന് പറയാം. പക്ഷെ ബോൺ എന്ന് പറയുന്ന സംഭവം നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ ഇംഗ്ലീഷിൽ പല ഭാഗങ്ങളിലും ഒരുപാട് എക്സെപ്ഷൻസ് ഉണ്ട്. ഞാനിപ്പോൾ എല്ലാം പറയാൻ തുടങ്ങിയാൽ നമുക്ക് ഒന്നിലും നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ നിങ്ങളുടെ ഏരിയ, നമുക്ക് അറിയാവുന്ന ഒരു ഏരിയയിൽ നമുക്ക് നല്ല രീതിയിൽ എക്സ്പോഷർ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പാടില്ലാത്ത ഏരിയയിലോട്ടും നമുക്ക് പതുക്കെ കടന്നു കയറാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതിൻ്റെ ഒരു ഇതാണ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പം നിങ്ങൾ അതിലൂടെ മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത ഏരിയയിലും നിങ്ങൾക്ക് കൂടുതൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മലയാളത്തിൽ പറയുന്ന പല കാര്യങ്ങളും എല്ലാം നമുക്ക് ചിലപ്പം നമ്മൾ ഈ പറയുന്ന പോലെ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് കൺഫ്യൂസിങ് ആയിരിക്കും. ഒരു ഉദാഹരണമാണ് ഈ പറഞ്ഞ വാട്ട് എന്ന് പറയുന്ന സംഭവം. വാട്ട് എന്ന് പറയുന്ന സംഭവം നമുക്ക് പറയുമ്പോൾ ഫ്രെയിം ഔട്ടൊക്കെ ശരിയായിരിക്കാം, പക്ഷെ വന്നു കഴിയുമ്പോൾ നമുക്ക് തോന്നും, ഓ ഇത് എന്തോ മിസ്റ്റേക്ക് ഉണ്ടല്ലോ, ഇതിനകത്ത് ക്വസ്റ്റ്യനും ഉത്തരം ഒന്നും ശരിയാകുന്നു. അപ്പം നമ്മുടെ ലോജിക്കും കൂടെ അപ്ലൈ ആവണം. നമ്മൾ പറയുന്നതിൻ്റെ മീനിങ്ങും കൂടെ നമ്മൾ മനസ്സിലാക്കണം. പറഞ്ഞ മനസ്സിലായല്ലോ? ഈ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോളജിൻ്റെ ഒരു യുഗമാണ്. നമ്മൾ ആ ലെവലിന് കൂടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. നമ്മൾ പണ്ട് നമുക്ക് ഇത്രയും അവസരങ്ങളൊന്നും ഇല്ലായിരുന്നു, പക്ഷെ നമുക്കിന്ന് അനേകം അവസരങ്ങളാണ്. അപ്പോൾ ആ ഏരിയയിലെല്ലാം നമ്മൾ എസ്റ്റാബ്ലിഷ് ആവണം. ഇതിൽ എല്ലാ ദിവസവും പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഹാൻഡ് റൈസ് ചെയ്യാമോ? എല്ലാ ദിവസവും നമ്മുടെ ലൈഫിന് എൻറിച്ച് ചെയ്യണമെന്ന്
ഉള്ള രീതിയിൽ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഹാൻഡ് റൈസ് ചെയ്യാമോ? അയ്യോ സാർ നമ്മളൊക്കെ വയസ്സായി, ഇനി പഠിക്കാനൊന്നും പറ്റത്തില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണോ കൂടുതൽ? നോക്കട്ടെ എത്ര പേരുണ്ടോ നോക്കട്ടെ. ഹാൻഡ് റൈസ് എത്ര പേര് ചെയ്തിട്ടുണ്ടോ നോക്കട്ടെ. വെരി ഗുഡ്, നല്ലൊരു ഇതാണ്. 1 2 3 4 5. ഓക്കേ, നല്ലൊരു, ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണം. ആരും ഹാൻഡ് ലോവർ ചെയ്ത് കളയായിരുന്നു. ഓക്കെ, 10 പേരോളം കൈ പൊക്കിയിട്ടുണ്ട്. ബാക്കി ആർക്കും 11 പേരായി ഇപ്പോൾ. ഓക്കെ, ബാക്കി ആർക്കും പഠിക്കണ്ട എന്നാണോ? നമ്മളെല്ലാം പഠിച്ചു, ഇനി ഒന്നും പഠിക്കാനില്ല സാർ, നമ്മളെല്ലാം വയസ്സായി, ഇനി എന്താണ് പഠിക്കേണ്ടതെന്നാണോ? അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടോ ഇതിനകത്ത് തോന്നലുകൾ? നമുക്ക് ഇനി ഒന്നും പഠിക്കാൻ പറ്റത്തില്ല, ഇനി കുട്ടികളല്ലേ പഠിക്കേണ്ടത്? നമ്മൾ പഠിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ തന്നെ നമ്മൾ ഏതാണ്ട് മരിച്ചതിന് തുല്യമാണ്. നമുക്ക് ഒന്നും നേടാനില്ല എന്ന് തോന്നില്ല. നമ്മൾ പഠിക്കുക, ലൈഫിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ബാക്കി ആർക്കും അപ്പം താല്പര്യം ഇല്ലെന്നാണോ? ഈ ബാക്കി ഒരുപാട് പേര് ഹാൻഡ് ലോവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഓരോരുത്തരുടെ കൈ പൊക്കി തുടങ്ങിയില്ലേ? ശരി, വെരി ഗുഡ്. അപ്പോൾ നമ്മൾ എല്ലാവരും ലൈഫ് ലോങ് ലേണേഴ്സ് ആയിരിക്കണം. ഒന്നാമത്തെ കാര്യം, ഇംഗ്ലീഷിലാണ് നമ്മളിപ്പം വന്നെങ്കിലും നമ്മുടെ ലൈഫിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഏതെല്ലാം ഏരിയ ആണോ? നമ്മളിപ്പം ഞാൻ ഒരു എന്താ പറയുക, ഞാൻ BSc അല്ലെങ്കിൽ BA ഹിസ്റ്ററിക്കാരനാണ്, അല്ലെങ്കിൽ MA ഹിസ്റ്ററിക്കാരനാണ്. ഞാൻ ഹിസ്റ്ററിയാണ് എൻ്റെ ലൈഫിൽ പഠിച്ചത്. മതി, ഹിസ്റ്ററിയല്ലേ പഠിച്ചോളൂ, വേറെ ബാക്കി ഇഷ്ടം പോലെ ഏരിയാസ് ഉണ്ടല്ലോ, വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് നോക്കാം. അതേപോലെ നമ്മുടെ ലൈഫിൽ നമ്മൾ ഇന്നലെ വരെ പഠിച്ചതല്ല, പുതിയ പുതിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഇന്നലെ പഠിച്ച ഈ ഏരിയ തന്നെ പുതിയ പുതിയ കാര്യങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഡെയിലി പഠിക്കുക, അതിനുള്ള പുസ്തകങ്ങൾ വായിക്കുക. ഇതിനകത്ത് എത്ര പേർക്ക് റീഡിങ് ഹാബിറ്റ്സ് ഉണ്ട്? എല്ലാവരും ഹാൻഡ് ലോവർ ചെയ്തേ. എല്ലാവരും ലോവർ ചെയ്തേ, എല്ലാവരും ലോവർ ചെയ്തേ. കൈപൊക്കിയവരെല്ലാം ഹാൻഡ് ലോവർ ചെയ്ത്, എല്ലാവരും ലോവർ ചെയ്തേ. രണ്ടുപേരും പ്രിയ മാമും കൂടെ ഇത് ചെയ്തേ. പ്രിയ മാം ഹാൻഡ് ലോവർ ചെയ്തേ. ഓക്കെ, റിൻഷീദ് ഹാൻഡ് ഇത് ചെയ്തേ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എത്ര പേർക്ക് റീഡിങ് എന്ന് പറയുന്ന ഹാബിറ്റ് ഉണ്ട്? പുസ്തകങ്ങൾ വായിക്കുന്നത് എത്ര പേർക്കുണ്ട്? ആരാണ്? റഷീദ. ഓക്കെ, ഒരാളേ ഉള്ളോ? ബാക്കി ആരും പുസ്തകങ്ങൾ വായിക്കത്തില്ല? ദീപ. ഓക്കെ, ഫൈൻ. ഹാൻഡ് റൈസ്. പുസ്തകങ്ങൾ വായിക്കുന്ന, സ്ഥിരമായിട്ട് ഓരോ പുസ്തകങ്ങൾ വായിക്കുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? 2 പേര്. ബാക്കി ആരും പുസ്തകങ്ങൾ വായിക്കാറില്ല. ഓക്കെ, ഫൈൻ. എന്തെങ്കിലും പഠിക്കാൻ ഉള്ള വീഡിയോസ് കാണുന്ന എത്ര പേരുണ്ട്? നമുക്ക് ഇന്ന് യൂട്യൂബിൽ ഇഷ്ടംപോലെ വീഡിയോസ് കിട്ടും. എത്ര പേര് അങ്ങനെയുള്ള കാര്യങ്ങൾ കാണും? എന്തുമായിക്കോട്ടെ, ഈവൻ പാചകമായിക്കോട്ടെ, ഡെയിലി നമ്മളത് പഠിക്കുക, ലൈഫിൽ അപ്ലൈ ചെയ്യുക എന്നുള്ള രീതിയിൽ എത്ര പേരുണ്ട്? വെരി ഗുഡ്. 11ഓളം പേര് യൂട്യൂബ് വീഡിയോസ് എല്ലാം കണ്ട് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നവരാണ്. റിയലി ഗുഡ്, വളരെ ഇതായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പഠിക്കുന്ന ആൾക്കാരാണ്. പുസ്തകങ്ങൾ വായിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ, പക്ഷേ യൂട്യൂബ് വീഡിയോസ് എല്ലാം കണ്ട് ഈ കാണുന്ന വീഡിയോസ് എല്ലാം നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുന്നവരാണോ? ഈ പറയുന്നവരെല്ലാം എത്ര പേര് അത് അപ്ലൈ ചെയ്യുന്നുണ്ട്? ഇവൻ ഒരു പുതിയൊരു പാചകം കണ്ടാലും അത് കണ്ടതിന് ശേഷം നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുന്ന എത്ര പേരുണ്ട്? വാവ്, റിയലി ഗുഡ്. 11 12 പേരോളം. 13ആയി. ഓക്കെ, ഞാൻ ഈ പറയുമ്പോൾ 2-3 കാര്യങ്ങൾ അതിനകത്ത് വരുന്നത്, നിങ്ങൾ സൂം കുറേ കൂടെ കൺവീനിയൻ്റ് ആവും. ഓക്കെ, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏതെല്ലാം ഏരിയയിൽ പൊട്ടൻഷ്യൽ ഉണ്ട് എന്നും കൂടെ അറിയാനും കൂടെയാണ് ഇതൊക്കെ പറയുന്നത് കേട്ടോ. അപ്പം അത് നിങ്ങളുടെ ഹാൻഡ് റൈസ് ചെയ്യുന്നതും അതുപോലെ ആയിരിക്കും. കുറച്ച് പേർക്ക് അത് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കുറച്ച് ആൾക്കാർ ഒന്നും ചെയ്യുന്നില്ല, അവർ ഇത് കേൾക്കുന്നുണ്ടോ എന്നും അറിയത്തില്ല. കാരണം നിങ്ങളുടെ ക്യാമറയുടെ പുറകിൽ നിന്ന് എനിക്ക് ഈ ഹാൻഡ് റൈസ് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് എന്നുള്ള ഇതിലാണ് നമ്മൾ വന്നെങ്കിൽ നമ്മുടെ ലൈഫിൽ ഏതെല്ലാം ഏരിയയിൽ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മൾ ഒരു സ്ഥിരം ലേണിങ് നമുക്ക് ആവശ്യമാണ്. ഇപ്പോൾ ഇംഗ്ലീഷിലാണ് നമ്മൾ വന്നെങ്കിൽ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡെയിലി പഠിക്കാനും കൂടെ നമ്മൾ ചെയ്യണം. അപ്പോൾ ഞാൻ അടുത്ത നമ്മുടെ ഇന്ന് മനു ഉണ്ടാവുമെന്ന് വിചാരിച്ചു, മനുവിനെ കിട്ടിയില്ല. ഞാൻ മനുവായിട്ട് വേറൊരു ദിവസം നമുക്ക് സെഷൻ വയ്ക്കുന്നതാണ്. ഞാൻ അടുത്ത നിങ്ങൾക്ക് ചെയ്യാൻ പോകുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ വിൽ ഷെയർ വിത്ത് യു സം പോഡ്കാസ്റ്റ്. എന്താണ് ഈ പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ? ഓഡിയോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഭാഷണ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഓഡിയോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യും. ഓക്കെ, ഈ ഓഡിയോമായി ബന്ധപ്പെട്ട് ഞാൻ ഏതർ ക്വസ്റ്റ്യൻസ് ഓർ അതിൻ്റെ തന്നെ ഇത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യും. നിങ്ങൾ ഈ ഓഡിയോ കേട്ടിട്ട് എനിക്ക് അതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾ ഓരോരുത്തരും എനിക്ക് ഷെയർ ചെയ്യണം. ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്യണേ.
മനു ആണോ എന്ന് നോക്കട്ടെ. ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണേ. ഹലോ. ആ ആ കുഴപ്പമില്ല. ഒന്ന് ജോയിൻ ചെയ്യാമോ മനു? ഞാൻ ഇൻവൈറ്റ് ഇട്ടിട്ടുണ്ട്, എല്ലാവരും ഉണ്ട്. ഒന്ന് ജോയിൻ ചെയ്താൽ മതി. ഇപ്പം ജോയിൻ ചെയ്തു. വാട്സപ്പ് ഇട്ടിട്ടുണ്ട്, ജോയിൻ ചെയ്താൽ മതി. ഓക്കെ. ഓ ഓക്കെ ശരി. ഓക്കെ. അപ്പം മനു ഇപ്പം ജോയിൻ ചെയ്യും. ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് പോഡ്കാസ്റ്റിനെ കുറിച്ചാണ്. അപ്പം ഞാൻ ഇനി മുതൽ അങ്ങോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ പോഡ്കാസ്റ്റും കൂടെ ഷെയർ ചെയ്യും. എന്താണ് ഈ പോഡ്കാസ്റ്റ്? ഓഡിയോ. ഈ പോഡ്കാസ്റ്റിനുമായി ബന്ധപ്പെട്ട് എയ്തർ ക്വസ്റ്റ്യൻസ് ഓർ സംതിങ്, ഞാൻ അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ചോദിക്കും. ഇതിനെല്ലാം നിങ്ങൾ കേട്ടിട്ട് എനിക്ക് ആൻസർ തരണം. അയ്യോ സാർ, എനിക്ക് കേട്ടിട്ട് ഒന്നും മനസ്സിലായില്ല, ഒന്നും കൂടെ കേൾക്കണം. അയ്യോ, എനിക്ക് വീണ്ടും മനസ്സിലായില്ല, അതിൻ്റെ സ്പീഡ് കുറച്ചിട്ട് കേൾക്കണം. അയ്യോ, എന്നിട്ടും മനസ്സിലാവുന്നില്ല സാർ, വീണ്ടും ഒന്നും കൂടെ സ്പീഡ് കുറച്ചിട്ട് നോക്കണം. എന്നിട്ട് നിങ്ങൾ ഗ്രൂപ്പിലൊക്കെ കയറുമ്പോൾ ഈ പോഡ്കാസ്റ്റുമായി നിങ്ങൾ ഡിസ്കഷനിൽ വരണം. ഓക്കെ. അപ്പോൾ ഇന്ന് മുതൽ അങ്ങോട്ടുള്ള ഓരോ ദിവസവും ഞാൻ ഓരോ പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ഓക്കെ. ഈ പോഡ്കാസ്റ്റ് ഓഡിയോ നിങ്ങൾ കേൾക്കണം. കാരണം നമ്മുടെ ചെവി സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ലിസണിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്താ സാർ, നമ്മൾ സംസാരിക്കുമ്പോൾ എന്തിനാണ് നമ്മൾ ചെവി ശരിയാക്കുന്നത്? നമ്മൾ കേൾക്കണം. നമ്മളോട് സംസാരിക്കുന്ന ആളുമായിട്ടുള്ള ആ സംഭാഷണം നമ്മൾ വ്യക്തമായി കേൾക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് വ്യക്തമായിട്ട് ആൻസർ കൊടുക്കാൻ പറ്റത്തുള്ളൂ. സോ ലിസണിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇംഗ്ലീഷ് എന്നല്ല ഏത് ഭാഷയിലും. അപ്പം ലിസണിങ് ഏരിയയിൽ നമ്മൾ ഇമ്പ്രൂവ് ആവണം. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ ഈ പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഞാൻ സ്വാഭാവികമായിട്ട് എനിക്ക് പറയാം, നിങ്ങളുടെ ഏതെങ്കിലും ഇംഗ്ലീഷ് മൂവി എടുത്ത് സബ് ടൈറ്റിൽസോടുകൂടി വാച്ച് ചെയ്യാൻ ഞാൻ നോക്കട്ടെ. എനിക്ക് പോഡ്കാസ്റ്റ് വിത്ത് സബ് ടൈറ്റിൽസ് ഞാൻ തരാൻ ശ്രമിക്കാം. ഓക്കെ. പക്ഷേ ഞാൻ ആദ്യം പോഡ്കാസ്റ്റ് മാത്രമേ നിങ്ങൾക്ക് ഷെയർ ചെയ്യുള്ളൂ. ഒരു നിശ്ചിത സമയത്തിനകത്ത് ഞാൻ ആ സമയത്തിന് പറ്റുമെങ്കിൽ ഞാൻ ക്വസ്റ്റ്യൻസും ഷെയർ ചെയ്യും. ഈ ക്വസ്റ്റ്യൻസിന് നിങ്ങൾ ഈ പോഡ്കാസ്റ്റ് കേട്ടിട്ട് എനിക്ക് ഉത്തരം തരണം. ഓക്കെ. അതിനുശേഷം ഞാൻ ഈ പോഡ്കാസ്റ്റിന്റെ സബ് ടൈറ്റിൽസ് ഞാൻ ഷെയർ ചെയ്യും. അപ്പൊ നിങ്ങൾ നിങ്ങൾ തന്ന ക്വസ്റ്റ്യന് നിങ്ങൾ എടുത്ത ഉത്തരം ശരിയാണോ എന്ന് നിങ്ങൾ കമ്പയർ ചെയ്തിട്ട് എനിക്ക് അതിനകത്ത് ഈവനിങ്ങിനുള്ളിൽ നിങ്ങൾ അത് ഫൈനലൈസ് ചെയ്ത് തരണം. ഇത് എല്ലാ ദിവസവും ഞാൻ നിങ്ങൾക്ക് ഓരോ പുതിയ പോഡ്കാസ്റ്റ് തരും. മോർണിംഗിൽ തന്നെ ഞാൻ ആ പോഡ്കാസ്റ്റ് ഷെയർ ചെയ്യും. ഉച്ചയ്ക്ക് അല്ലെങ്കിൽ വൈകുന്നേരത്തിനുള്ളിൽ നിങ്ങൾ അതിനുശേഷം അതോടൊപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കും. നിങ്ങൾ ഓരോരുത്തരും ഈ പോഡ്കാസ്റ്റ് കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായ ആ പോഡ്കാസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ എന്ത് ചെയ്യണം? എനിക്ക് നമ്മുടെ ഗ്രൂപ്പിൽ വിത്ത് ആ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ആയിട്ട് ടൈപ്പ് ചെയ്ത് ഇടണം. അതിനുശേഷം ഉച്ചയ്ക്ക് അല്ലെങ്കിൽ വൈകുന്നേരത്തിനകത്ത് ഞാൻ സബ് ടൈറ്റിൽസും കൂടെ ഷെയർ ചെയ്യും. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾ ഇട്ട ഉത്തരങ്ങൾ ഇതിന് ശരിയാണോ എന്ന് നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ എല്ലാ ദിവസവും ഇനി അങ്ങോട്ടുള്ള 30 ഡേയ്സിലും ഞാൻ ഇതേപോലുള്ള ഓരോ പോഡ്കാസ്റ്റ് വീതം ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എത്ര പേര് ഇത് ചെയ്ത് എനിക്ക് ഇത് ചെയ്യും, ഷെയർ ചെയ്യും? എല്ലാവരും ഹാൻഡ് ഇത് ചെയ്തേ. റാഷിദ മാം, ലാലി മാം ഹാൻഡ് ഇതായിട്ട് നിൽക്കുകയാണ്. എല്ലാവരും ഹാൻഡ് ലോവർ ചെയ്തേ. എല്ലാവരും ലോവർ ചെയ്തേ. ഞാൻ ഈ പോഡ്കാസ്റ്റ് ഷെയർ ചെയ്താൽ എത്ര പേര് എനിക്ക് വൈകുന്നേരത്തിനുള്ളിൽ ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് തരും? ഐ നീഡ് ആൻസർ. എത്രയും പെട്ടെന്ന് ആൻസർ തരണം. വൈകുന്നേരം വരെ കാത്തിരിക്കരുത്. എത്രയും പെട്ടെന്ന് ആൻസർ തരിക. ഞാൻ ഇതിൻ്റെ സബ് ടൈറ്റിൽസ് അതിൻ്റെ ആ ഒരു സംഭാഷണത്തിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു PDF അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ഡോക്ക് ഞാൻ ഷെയർ ചെയ്യുന്നതിന് മുമ്പേ തന്നെ എനിക്ക് ആൻസർ കിട്ടണം. ഓക്കെ. ആ രീതിയിലായിരിക്കണം എല്ലാവരും പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഇത് നിങ്ങൾക്ക് ഇന്ന് വരെ ചെയ്തതിന് പുറമെ തരുന്നതാണ്. സാർ, ഇതെന്താ ഓരോ ദിവസവും കൂടുതൽ നമുക്ക് ലോഡ് തരുന്നത്? ഹാർഡ് വർക്ക്, വേറെ ഒന്നുമില്ല. അടുത്ത 30 ഡേയ്സിനുള്ളിൽ നമുക്ക് മാറണമെങ്കിൽ ഞാൻ നിങ്ങളെ പുഷ് ചെയ്യാൻ പറ്റുന്ന അത്രയും ഞാൻ പുഷ് ചെയ്യും. ഹായ് മനു, ഹൗ ആർ യു? ഹായ് സർ, ഐ ആം ഗുഡ്. കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ട്. ക്ലിയർ അല്ലേ? ഞാൻ പറയുന്നത് കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാൻ പറ്റുന്നുണ്ട്. മനു, ഇതാണ് നമ്മുടെ ഓഡിയൻസ്. ഇതാണ് ഇവരെല്ലാവരും നമ്മുടെ ഇംഗ്ലീഷിന്റെ ഇതിൽ വന്നതാണ്. പക്ഷെ എല്ലാവരും കണ്ടോ, എല്ലാവരും ക്യാമറയ്ക്ക് പുറകിൽ ഇരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഞാൻ മനുവിനെ അതായത് മനുവിന്റെ നമ്മളൊരു കോൺഫിഡൻസ് ഓർ മോട്ടിവേഷൻ അല്ലെങ്കിൽ ക്യാമറ പ്രസൻസ് കമ്മ്യൂണിക്കേഷനിൽ എത്രമാത്രം ഇമ്പോർട്ടൻസ് ആണ്, ബോഡി ലാംഗ്വേജ് എത്രമാത്രം ഇമ്പോർട്ടൻസ് ആണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ മനുവിനെ ഞാൻ പറഞ്ഞു വരുന്നത്. ആൾറെഡി ജസ്റ്റ് സൂചിപ്പിച്ചിട്ടോ ഇങ്ങനെ. അപ്പോൾ മനു ശാല തിരക്കാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് മനു എന്നെ കോൾ ചെയ്യുന്നത്. അപ്പോൾ മനു, ഞാൻ ഇവർക്ക് ഇങ്ങനെ ഡെയിലി ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഓരോ അസൈൻമെന്റ്സ് ഇങ്ങനെ
ലാംഗ്വേജുമായി ബന്ധപ്പെട്ട് ചെയ്യാറുണ്ട്. ഇപ്പം ഹാർഡ്ലി 1-2 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പം എല്ലാവരും ഇതേപോലെ ഇരിക്കുന്ന ആൾക്കാരാണ്, ക്യാമറയുടെ പുറകിൽ ഒളിച്ചിരിക്കുന്ന ആൾക്കാരാണ്. ഇവരാരും മുന്നോട്ട് വരാൻ ഭയങ്കരമായ പേടിയാണ്. അതായത് ഇവരെന്തെങ്കിലും ഇംഗ്ലീഷ് ലാംഗ്വേജ് ഭയങ്കര പാടെന്ന് വിചാരിച്ചിരിക്കുന്നതാണ്. അപ്പൊ ഏറ്റവും പാടുള്ള മലയാളം നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരാണ്, പക്ഷെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഭയങ്കര പേടിയാണ്. കാരണം ഇവരെല്ലാവരും പല മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, വളരെയധികം ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇതിനകത്തുള്ളത് എല്ലാം. പക്ഷെ ഇവർ ഇംഗ്ലീഷിനെ അനാവശ്യമായി പേടിക്കുന്നു. അപ്പോൾ അതിലൊരു റീസൺ എന്ന് വെച്ചാൽ അതിൻ്റെ ഇതാണ് നമ്മളിപ്പം കാണുന്നത്. പലരും ക്യാമറയുടെ പുറകിലാണ്, സംസാരിക്കാൻ തന്നെ മുന്നോട്ട് വരാൻ പലർക്കും പേടിയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു നറുക്കിട്ടാണ് പലരും ക്യാമറയുടെ ഫ്രണ്ടിൽ കൊണ്ടുവരുന്നത്. ഓക്കെ, ഒരു വോട്ടിംഗ് മെക്കാനിസത്തിലൂടെ. പക്ഷെ അതിലും പലരും പേടിച്ച് വോട്ട് പോലും ചെയ്യാൻ മുന്നോട്ട് വരുന്നില്ല. അപ്പൊ ഞാൻ ഇതിനകത്ത് ഹാൻഡ് റൈസ് ചെയ്യുന്ന ആൾക്കാരെ എടുത്തിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പൊ ആ ഒരു ഇതിൽ നിന്ന് മാറണം. നമ്മളിപ്പോൾ ഒരു കറന്റ് ഒരു ചലഞ്ച് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്, ഒരു 30 days ചലഞ്ച്. 30 days ചലഞ്ച് കഴിയുമ്പോൾ ഇതിനകത്ത് കുറച്ച് പേരൊക്കെങ്കിലും അത്യാവശ്യം, ഞാൻ എല്ലാവരെയും പ്രതീക്ഷിക്കുന്നു, പക്ഷെ പലരും പല ദിവസങ്ങളിലും പലരും മിസ്സായി പോകുന്നുണ്ട്. ഇന്നാണ് ഒരു 30 സ്ട്രെങ്ത്. എനിക്ക് തോന്നുന്നു മനുവും കൂടെ ഉള്ളെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും മാക്സിമം, ഞാൻ ആൾറെഡി ഒരു ജസ്റ്റ് ഇത് കൊടുത്തായിരുന്നു. അപ്പൊ ഇവരെ നമുക്ക് മാക്സിമം പുഷ് ചെയ്ത് ഒരു റിസൾട്ട് ഇവർക്ക് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഇത്, കാരണം ഇവരെല്ലാം ഹാർഡ് വർക്കിംഗ് ആണ്. എല്ലാവരും എല്ലാ ദിവസങ്ങളിലും അസൈൻമെന്റ്സ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നവരാണ്. പക്ഷെ അനാവശ്യമായി പേടിക്കുന്നു ഇംഗ്ലീഷിനെ. ഓക്കെ, അപ്പൊ ഇവരുടെ കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിന് എനിക്ക് മനുവിന്റെ ഒരു ഹെൽപ്പ് ഇവിടെ ആവശ്യമാണ്. കാരണം ഞാൻ ആൾറെഡി ഇവർക്ക് മാക്സിമം ഇത് കൊടുക്കുന്നുണ്ട്, പക്ഷെ ഇവരിങ്ങനെ ഇരുത്തിയാൽ പോരാ, ഇവരെല്ലാവരും മുന്നോട്ട് വരണം. അപ്പൊ അതിന് നമുക്ക് ഇവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഓക്കെ, ഇനി അതിന്റെ ഐഡിയാസ് പറഞ്ഞോളൂ. എന്റെ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. വളരെ സിമ്പിൾ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ നമ്മള് എന്തുകൊണ്ടാണ് മുന്നോട്ട് വരാത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേസിക്കലി ഷെയിം അല്ലെങ്കിൽ ഫിയർ ഫ്രം സംതിങ്, ഫിയർ ഓഫ് ഫേസിങ് തിങ്സ്. നമുക്കിത് അറ്റ്ലീസ്റ്റ് പാർഷ്യലി ഇംഗ്ലീഷ് ഓർ എൽസ് കംപ്ലീറ്റ്ലി ഇംഗ്ലീഷിൽ തന്നെ കീപ്പ് ചെയ്യാം, സോ ദാറ്റ് ഇറ്റ് വിൽ ബി ഫോർ ദ ബെറ്റർ ഓഫ് the entire audience. So for that purpose, let me try to keep it mostly in English itself. Okay. Now, why would someone be afraid to come in front of camera or be afraid and keep their words to themselves is mostly because of lack of vocabulary. നമ്മൾ ഇതിലുള്ള എല്ലാവരും മലയാളികളല്ലേ? അതെ, എല്ലാവരും മലയാളികളാണ്. ഓക്കെ, അപ്പം നമുക്ക് എല്ലാവർക്കും പ്രൗഡായി ഇരിക്കാവുന്ന അല്ലെങ്കിൽ ഭയങ്കര അഭിമാനത്തോടെ കരുതാവുന്ന ഒരു സംഗതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് അല്ല, ദ മോസ്റ്റ് കോംപ്ലിക്കേറ്റഡ് ലാംഗ്വേജ് ആണ് നമ്മൾ ജനിച്ചപ്പോൾ മുതൽ കൈകാര്യം ചെയ്യുന്നത്. ഇതിനേക്കാൾ വലിയൊരു കോൺഫിഡൻസ് ബൂസ്റ്റർ ഒരു മലയാളിക്ക് ആവശ്യമില്ല. ബേസിക്കലി ഏതൊരു മലയാളിക്കും അത്യാവശ്യം കുറച്ച് കേട്ടാൽ തമിഴ് മനസ്സിലാവും, ഏതാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കന്നഡ കുറച്ച് മനസ്സിലാവും. ഈ കന്നഡ മനസ്സിലാക്കാവുന്ന പോലെ തന്നെ തെലുങ്ക് കുറച്ചൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഹിന്ദി അത്യാവശ്യം തരക്കേടില്ലാതെ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചവരായതുകൊണ്ട് ഏതാണ്ട് എല്ലാവരുടെയും കയ്യിൽ ഹിന്ദി ഉണ്ട്. സോ ബേസിക്കലി ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും പിടിച്ചു നിൽക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ കോർ ഇംഗ്ലീഷ് സ്പീക്കിംഗ് അല്ലാത്ത ഏത് കൺട്രിയിൽ പോയാലും സർവൈവ് ചെയ്യും. അത് ഓൾറെഡി നമ്മൾ മലയാളികൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ മലയാളികൾക്ക് കോൺഫിഡൻസിന് ഒരു കുറവുമില്ല. പിന്നെ നമുക്ക് മാറേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത് സ്റ്റേജ് ഫ്രൈറ്റ് ആണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ പ്രായമുള്ള ആളുകൾ ഒരു 30+ ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് പെട്ടെന്ന് സ്റ്റേജിൽ കയറിയിട്ട് ഒരു ഡാൻസ് കളിക്കാനോ ഒരു പാട്ട് പാടാനോ പറഞ്ഞാൽ, നന്നായിട്ട് പാടുന്ന നന്നായിട്ട് ഡാൻസ് കളിക്കുന്ന ആളുകളാണെങ്കിൽ പോലും വീട്ടിൽ മാത്രമാണ് ഈ പ്രാക്ടീസ് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സ്റ്റേജിൽ കയറി ഇത് പ്രസന്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടി പോകും. അതേ സമയത്ത് ഒരു 4-5 വയസ്സുള്ള നമ്മുടെയൊക്കെ വീട്ടിൽ പിള്ളേരോ മക്കളോ കൊച്ചുമക്കളോ ഒക്കെ ഉണ്ട്. ഇവരെയൊക്കെ നോക്കിക്കേ, ഒരു 20 പേരുടെ ക്രൗഡിന് ഫ്രണ്ടിൽ എടാ നിനക്കറിയാവുന്ന നീ കഴിഞ്ഞ ദിവസം പഠിച്ച പാട്ട് അല്ലെങ്കിൽ ഡാൻസ് ഒന്ന് പ്രസന്റ് ചെയ്തിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വളരെ കോൺഫിഡന്റ് ആയിട്ട് വീട്ടിൽ വന്നേക്കുന്ന എല്ലാവരുടെ മുന്നിൽ പ്രസന്റ് ചെയ്യും. കാര്യം അവർക്ക് ആ ഒരു ഫിയർ ഓഫ് ജഡ്ജ്മെന്റ് ഇല്ല. ഏതാ ഞാൻ ശരിയാണോ ചെയ്യുന്നത്, തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഇവർ വഴക്ക് പറയുമോ, ആ ഒരു പേടി അവർക്കില്ല. സോ ബേസിക്കലി നമ്മളും നമ്മുടെ ഉള്ളിലെ ആ ഒരു ഫിയർ ഓഫ് ജഡ്ജ്മെന്റ്, അതായത് ഇനി ഞാൻ പറയുന്ന ഇംഗ്ലീഷ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ would I be penalized for that? Would I be scrutinized on basis? അങ്ങനൊന്നും ഇല്ല. ഇതൊരു ലാംഗ്വേജ് ആണ്. ഇത് പഠിക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് ഇത് ട്രൈ ഔട്ട് ചെയ്യുക എന്നുള്ളത് മാത്രം. ലാംഗ്വേജ് എന്ന് പറയുന്നത് ഏതൊരു സ്കില്ലും പോലെ ഒരു സ്കില്ല് മാത്രമാണ്. സൈക്കിൾ ചവിട്ടാൻ നമുക്ക് ജനിക്കും പോലെ അറിയില്ല, പക്ഷെ നമ്മളത് എങ്ങനെയാ പഠിക്കുന്നത്? പ്രാക്ടീസ് ചെയ്യും, വീഴും എണീക്കും, വീണ്ടും പ്രാക്ടീസ് ചെയ്യും, വീഴും എണീക്കും. 10 തവണ വീണ് കഴിയുമ്പോഴത്തേക്കിനും പിന്നെ നമ്മൾ വീഴാതെ ഓടിക്കും.
അതുപോലെ തന്നെയാണ് ലാംഗ്വേജ്. ഇതിനെ പേടിച്ചാൽ നമ്മൾ ഒരിക്കലും ഇത് പഠിക്കില്ല. ട്രൈ ചെയ്യാം, മണ്ടത്തരമായിക്കോട്ടെ, പറയുക. ഇപ്പം പ്രതാപാശാനെ എനിക്ക് ഒരുപാട് കാലങ്ങളായിട്ട് അറിയാം. പുള്ളി എൻ്റെ ഒരു സീനിയറും എൻ്റെ ഒരു മെന്ററുമാണ്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പുള്ളിയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു മനുഷ്യൻ നിങ്ങൾക്ക് മെന്റർ ആയിട്ടുള്ളപ്പം ഞാൻ പറയാണ്, കോൺഫിഡൻസ് നിങ്ങൾക്ക് ഞാൻ തരേണ്ട ആവശ്യമില്ല. കാര്യം ഇദ്ദേഹത്തിന്റെ അടുത്ത് നിങ്ങൾക്ക് തെറ്റിക്കാനുള്ള എല്ലാ അവസരങ്ങളും പുള്ളി നിങ്ങൾക്ക് ഒരുപാട് പഠിപ്പിച്ചു തരുന്ന മാത്രമല്ല, എങ്ങനെ സ്വന്തമായിട്ട് പഠിക്കാം എന്നുള്ളതിന്റെ ഒരു ലൈറ്റാണ് ഇദ്ദേഹത്തിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് സ്പൂൺ ഫീഡിങ് എന്നൊരു പരിപാടി ഇല്ല. പകരം നിങ്ങൾ തന്നെ എങ്ങനെ നാളെ വേറൊരാളുടെ സഹായം ഇല്ലാതെ ചെയ്യും എന്നുള്ളതാണ് പുള്ളിയിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാവുന്നത്. അതുകൊണ്ട് തെറ്റിക്കുക, കോൺഫിഡന്റ്ലി തെറ്റിക്കുക. തെറ്റിക്കോട്ടെ, ആരും ഒന്നും പറയില്ല. ഇനി എന്തെങ്കിലും പറഞ്ഞെങ്കിൽ തന്നെ പറയണവരൊന്നും നാളെ നമ്മളെ ഒന്നിനും വരില്ല. ഞാൻ ഈ പറഞ്ഞ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഒരു സൈലൻസ് ആണ് മൊത്തത്തില്. നമ്മളെ ഈ സൈലൻസ് ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് മെയിൻലി ഇവിടുത്തെ ഒരു സംഗതി. മനു ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇടയ്ക്ക് സെഷൻ ചിലപ്പോൾ ഒരു 10 മിനിറ്റിനകത്ത് കട്ടാവുകയാണ്. കട്ടാവണമെങ്കിൽ ഒന്നും കൂടെ നിങ്ങളുടെ ആ ലിങ്കിൽ ഒരിക്കൽ കൂടെ കയറണം കേട്ടോ എല്ലാവരും. കാരണം നമ്മുടെ സൂമിന്റെ ഫ്രീ സെഷൻ ആണ്, അതുകൊണ്ടാണ്. ഓക്കെ, കണ്ടിന്യൂ മനു. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതാണ്, നമ്മള് ഫ്രണ്ടിലേക്ക് വരാൻ വേണ്ടിയിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യണം എല്ലാവരും. നമുക്ക് പറയാനുള്ള സംഗതികൾ എന്താണെന്നുള്ളത് എവിടെയും ഭയക്കാതെ പറയുക. നിങ്ങൾ ഇപ്പൊ പറഞ്ഞ എന്താണ് എനിക്ക് മനസ്സിലായില്ല എന്ന് പറയണമെങ്കിൽ മുന്നേ വന്നിട്ട് നേരെ പറയുക. അതൊരു പ്രശ്നമേ ഇല്ല. നമ്മളിവിടെ ആരെയും പിനലൈസ് ചെയ്യാനോ ക്രിട്ടിസൈസ് ചെയ്യാനോ ജഡ്ജ് ചെയ്യാനോ വേണ്ടിയിട്ട് ഇല്ല. എല്ലാരും ഓപ്പൺ ഫോർ ഡിസ്കഷൻ. ഓക്കെ, സോ എന്തെങ്കിലും ഞാനിപ്പോ പറഞ്ഞതിൽ എന്തെങ്കിലും കൺസേൺസ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ സെൽഫ് മോട്ടിവേറ്റഡ് ആവുക, അല്ലെങ്കിൽ ഒരു കോൺഫിഡന്റ് ആയിട്ട് നമ്മൾ അറിയാൻ പാടില്ലാത്ത ഒരു സ്കില്ല് പ്രാക്ടീസ് ചെയ്യുക, ഈ സോ കോൾഡ് ഇംഗ്ലീഷിന്റെ കോണ്ടെക്സ്റ്റിൽ തന്നെ എന്തെങ്കിലും പ്രാക്ടീസ് റിലേറ്റഡ് ഡൗട്ടുകൾ എന്തെങ്കിലും. അതോ എല്ലാരും ബാക്കി എല്ലാരും മൈക്കൊന്ന് മ്യൂട്ട് ചെയ്തേ. ഓക്കെ മനു കണ്ടിന്യൂ. അല്ല, ഞാൻ ചോദിക്കായിരുന്നു, ജസ്റ്റ് നമ്മളിപ്പോ ഇത്രയും പറഞ്ഞ സംഗതികളില് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു കൺസേൺസ് അല്ലെങ്കിൽ സോ കോൾഡ് പ്രാക്ടീസ് ചെയ്യാൻ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അതൊന്ന് അഡ്രസ് ചെയ്യാം. ഇതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുക, മുന്നോട്ട് വരിക. ആർക്കെങ്കിലും ഓരോരുത്തരായിട്ട് വന്നാൽ നമുക്ക് ഇതായിരിക്കും. മുന്നോട്ട് പറഞ്ഞാൽ നമ്മൾ മുന്നോട്ട് വരുമ്പോൾ മാത്രമേ നമുക്ക്, അതായത് കരയുന്ന കുട്ടിക്ക് കൂടുതൽ സമ്മാനങ്ങൾ കിട്ടത്തുള്ളൂ. അവന് വേണമെന്നുള്ള. ഓക്കെ, സജീന എന്താ മാമിന്റെ സംശയം ചോദിക്കും. ഞാൻ അൺമ്യൂട്ട് ചെയ്തു. ക്യാമറ പ്രസൻസിൽ വന്നാൽ നന്നായിരിക്കും. ഓക്കെ, സജീന മ്യൂട്ടിലാണ്, കാരണം എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ കേൾക്കില്ല. സജീന അൺമ്യൂട്ട് ചെയ്യണം. ഗുഡ് ഈവനിങ് സർ. പറയൂ. പേര് വിളിച്ചാലും മതി കേട്ടോ, എന്നെ പേര് വിളിച്ചാലും മതി. അല്ല, യു ആർ ദ sir. You teach me or learn me. Okay. Sir, do you understood? You teach me. That time you are the sir. Sir. No, Sajina, I think I understood you. What you actually mean to say is, you want us to teach you. Once we teach you, you will learn. Is that what you said? Yes, sir. Okay. See, again, you teach me. That time okay. You are the sir. Every person in teach us that is a course, sir. I definitely understand that. But let me make one thing very clear in the beginning itself. Okay. No one needs to call anyone sir or madam. This is just clearing the air. Why I am clearing this air? We think, basically we think calling sir or calling madam adds respect. There is nothing like that. People were actually the culture of speaking in this language. You might have, if you people have seen English movies, kids call their dads or mothers by their name. In our place, in our culture, we actually call our dad or mom acha, amma, uppa, umma, daddy, mummy, those kind of things. But if you consider people who are born English speakers, they might call their dad, hello John, how are you? Or John, can I come over? John might be that person's father. So adding sir or madam is actually not necessary, but it's a personal choice. Some people like
to be addressed as sir. Usually where we see this is, you go to a police station, or you go to a government office, or you go to a village office, panchayat office, any of those places. If you call that panchayat officer sir, he will feel, that person respected me. But actually that is not necessary. This is just clearing the air. If you want, you people Yes, can sir. call both of us, Pratap or Manu. But again, Pratap sir, you guys can definitely call him Pratap sir, because he is a person who is actually deserving respect. No, I strongly admit that point, because I am of this point, like everyone in this world are one, because we are physically separated, but in our inner side we are one, because everything in this world is one. That's the feeling. So there is no need to call him, but we need to give respect to each other. That's the thing. So everyone should respect each other, but there is no need to unnecessary call sir or anything. That is okay. Okay, Sajina ma'am. But Okay. but there is one thing. Okay, sir. Thank Actually, you, sir. Yes. good. This is actually appreciable. Sajina came Sir, forward sir. to tell this. This is Really actually appreciate. Yes. appreciable. Thank you. Exactly. Sir, one question. Yes, please. Yeah. Sir, I speak English every time Mhm. in my school, Mhm. but Okay. some teachers mock us to me. But that is a shame for me. See, that is fine. Take that shame for now. That is totally fine. Because if you feel dejected, if you feel rejected, if you feel demotivated, you will stop there. No worries. I'm telling you, let them insult you. Let them, laugh at you. That is totally fine. Take that laugh as a motivation. Do better Yes. tomorrow. Today, Yes. you came forward to tell this. Day after tomorrow, you will come forward with topics for discussions. Okay. So never consider, lack of awareness or lack of experience as a symbol of stupidity. No one is stupid. No one is idiot. You definitely have something in you. That is the reason you are sitting where you are right now. Okay. This is just a language. Anyone can practice. And Anyone can learn. yes. And Sajina, do you know one thing? I have learned from so many people. Okay, not only from Kerala, from outside as well. But the only thing I noticed is, in Kerala only we are finding these kind of things, like how the person is talking, whether his grammar is good, whether his pronunciation is good, whether he is making some spelling mistakes or not. We are unnecessarily bothering on all those things. But if you are going outside, we can see people are not at all bothering on these things. That's the reason why we can see a huge progress over there compared to us. We are unnecessarily mocking people. We don't know anything to mock, actually, but we are unnecessarily mocking or making them shame. Like, oh, what he's saying, his English is very bad. Like, we are always saying that, like that. But if you are watching other people outside Kerala, none of them will mock, or none of them will make others ashamed of this talking in English. They will always say blunders and all, but everyone will give them motivation. Like motivation, or you do one thing, as Manu mentioned, the shame or this thing that mocking or this making you ashamed of, that feeling is really a strength for you. You will come up really motivated after that, and you will talk in front of those guys in a stage where these guys are there to hear from you. That is the real power of. Actually, that reminded me of something. When Pratap sir said that, actually these kind of English quality of English, or, scrutinizing on basis of grammar only happens in Kerala, because we have worked with people. We have worked with people who are outside Kerala, but inside India. We have worked with people who are in UK, US, and Germany. None of them actually. Sorry. Yeah, what I was saying is, none of them actually bother what we are speaking, or if we are speaking the right way. What they want is communication.
even if you are talking in a butler English or not a proper dialect, that is fine with them, because they know this is not the only language we are handling. We are already handling multiple languages, and English is just another language for us. Most of these so-called English speakers are just speaking English. Okay, they are not bilingual. They don't have any other languages. So again, coming back to your concern, Sajina, don't feel demotivated. Be powerful. Feel strong that you are working on something. If you keep on this, you do this consistently, you will be good. There are a lot of examples. You might have seen Manu, sports one thing in stars. between, the session will cut off now, and everyone please log in once again on that same link, okay? If the session is cut off. Okay, Manu, continue. Yeah. I hope everyone is